നമസ്കാരം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണ്. എന്തിനും ഏതിനും ഒരു ക്ലിക്ക്. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മിനിറ്റുകൾക്കകം ഓർഡർ ചെയ്യാം. ദിവസങ്ങൾക്കുള്ളിൽ വീട്ടുപടിക്കൽ എത്തും. ഈ ഹൈടെക് സൗകര്യങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഒരു കെണിയിൽ ചെന്ന് ചാടാറുണ്ടോ? അതോ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും സംഭവിക്കുമോ എന്ന് അതിശയത്തോടെ ചിന്തിക്കാറുണ്ടോ? എങ്കിൽ കേട്ടോളൂ. കോട്ടയത്തുകാരനായ ഒരു യുവാവിനുണ്ടായ ഞെട്ടിക്കുന്ന അനുഭവം. കോട്ടയം പൈക സ്വദേശിയായ ഡോൺ ടോം ഈ കഴിഞ്ഞ ഫെബ്രുവരി 12-ന് ഒരു അത്യാവശ്യത്തിന് ആമസോണിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് ഓർഡർ ചെയ്തു. വെറുമൊരു ലാപ്ടോപ്പ് ആയിരുന്നില്ല അത്. 55,000 രൂപ വില മതിക്കുന്ന കിടിലൻ ലാപ്ടോപ്പായിരുന്നു. പുത്തൻ ലാപ്ടോപ്പ് എത്തുമെന്ന സന്തോഷത്തിലും ആകാംക്ഷയിലുമായിരുന്നു ഡോൺ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആമസോൺ പാഴ്സലെത്തി. ഡോൺ സന്തോഷത്തോടെ അത് തുറന്നു. അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. പാഴ്സലിനുള്ളിൽ ലാപ്ടോപ്പിന് പകരം കണ്ടത് ഒരു പിടി കല്ലുകളും കുറച്ച് തുണികളുമായിരുന്നു. ഇതെന്നാ മറിമായം എന്ന് ഡോം ടോം ഞെട്ടിത്തരിച്ചുപോയി. 55,000 രൂപ മുടക്കി കാത്തിരുന്നത് പുതിയ ലാപ്ടോപ്പിന് വേണ്ടി. എന്നാൽ കിട്ടിയതോ പഴയ കല്ലും തുണിയും. ഇതൊരു തമാശയല്ല, തികച്ചും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന് വേണം പറയാൻ. എന്തായാലും ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല എന്നത് തന്നെ കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ഓർഡറുകളിൽ പാളിച്ചകൾ സംഭവിക്കുന്ന ഒട്ടേറെ വാർത്തകൾ നമ്മൾ ഇതിനോടകം കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ലക്ഷറി ലാപ്ടോപ്പിന് പകരം കല്ലും തുണിയും കിട്ടുക എന്നത് ശരിക്കും ഒരു പണിയായിപ്പോയി. കയ്യിൽ കിട്ടിയ പാഴ്സലിലെ കല്ലുകളുടെയും തുണികളുടെയും ചിത്രങ്ങളെടുത്ത് ഡോൺ ടോം ഉടൻ തന്നെ ആമസോൺ അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു. പരാതി പരിശോധിക്കാമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു എന്നാണ് വിവരം. ഇതുകൂടാതെ നീതി തേടി പൊൻകുന്നം പോലീസിലും ഡോൺ ടോം പരാതി നൽകിയിട്ടുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറിയ ഈ കാലത്ത് ഇത്തരം തട്ടിപ്പുകൾ സാധാരണക്കാരെ വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ? ആമസോണിന്റെ ഭാഗത്തു നിന്നാണോ അതോ ഡെലിവറി ശൃംഖലയിൽ എവിടെയോ സംഭവിച്ച പിഴവാണോ ഇത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഡോൺ ടോം. എന്തായാലും ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് വേണം പറയാൻ. ഇത്തരത്തിൽ പലപ്പോഴും ഫോൺ ഓർഡർ ചെയ്തവർക്കും ലാപ്ടോപ്പ് ഓർഡർ ചെയ്തവർക്കും ഇതുപോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോഴും കല്ലും തുണിയും സോപ്പും അടക്കമുള്ള സാധനങ്ങൾ ഇങ്ങനെ പലപ്പോഴായി കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇതിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരാൾക്ക് മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല, പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പരാതി അന്വേഷിക്കുമെന്ന് ആമസോൺ അറിയിച്ചിട്ടുണ്ട്.